ലാസ്റ്റ് വീഡിയോ നമ്മൾ അവസാനിപ്പിച്ചത് ഈ ഒരു റിസൾട്ട് പറഞ്ഞുകൊണ്ടാണ്. ഇത് വളരെ സിമ്പിളായിട്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ നമ്മളിത് ഉണ്ടാക്കിയെടുത്തത്. ഇനി ഈ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഇതിൻ്റെ കോൺസിക്വൻസ് ആയിക്കൊണ്ട് ലീനിയർ ട്രാൻസ്ഫോർമേഷനും വളരെ സിമ്പിളായൊരു കാര്യമാണ്. അത് നമ്മളിങ്ങനെ ഡിഫൈൻ ചെയ്ത് വരുമ്പം അങ്ങനെ എന്തൊക്കെയൊക്കെ ഉണ്ടെന്നല്ലാതെ ഇതിനോടനുബന്ധിച്ച് നമ്മൾ ഇതിൻ്റെ കോൺസിക്വൻസ് ആയിട്ട് ഒന്ന് രണ്ട് റിസൾട്ടുകൾ പറയും. അതൊക്കെ പറഞ്ഞതിന് ശേഷം നമുക്ക് മനസ്സിലാവും ലീനിയർ ട്രാൻസ്ഫോർമേഷനും വളരെ സിമ്പിളായ ഒരു കാര്യമാണെന്നുള്ളത് മനസ്സിലാവും. അതാണ് ഈ വീഡിയോയുടെ ലക്ഷ്യം. ഇനി ഞാൻ അതിലേക്കൊക്കെ കടക്കുന്നതിന് മുമ്പേ ആദ്യം ഒന്നുകൂടി നമുക്ക് മനസ്സിലാക്കാം. വേർഡ്സിൽ ഒന്നുകൂടി പറഞ്ഞു നോക്കാം. ഇത് ആക്ച്വലി ഈ റിസൾട്ട് എന്താ പറഞ്ഞത്, നമുക്ക് V1 എക്സെട്ര Vn എന്ന് പറഞ്ഞ വെക്ടേഴ്സിൻ്റെ ഔട്ട്പുട്ട് അറിയാമെങ്കിൽ, അല്ലേ, ടി ഓഫ് V1 എക്സെട്ര ടി ഓഫ് Vn അറിയാമെങ്കിൽ, അല്ലേ, ടി ഓഫ് V1 എക്സെട്ര ടി ഓഫ് Vn അതറിയാമെങ്കിൽ ഇതിൻ്റെ ഏത് ലീനിയർ കോമ്പിനേഷൻ്റെയും ഔട്ട്പുട്ട് കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ലേ പറഞ്ഞത്, അല്ലേ? നോക്കുക, ഈ കോമ്പിനേഷൻ്റെ ഔട്ട്പുട്ട് കിട്ടാൻ കഴിഞ്ഞാൽ മതി C1 ഇൻറ്റു ടി ഓഫ് V1 പ്ലസ് എക്സെട്ര പ്ലസ് Cn ഇൻറ്റു ടി ഓഫ് Vn. അപ്പം ഈ V1 എക്സെട്ര Vnൻ്റെ ഔട്ട്പുട്ട് നമുക്കറിയുമോ ഇതിൻ്റെ ഏത് ലീനിയർ കോമ്പിനേഷൻസിൻ്റെയും ഔട്ട്പുട്ട് നമുക്ക് ഇങ്ങനെ കമ്പ്യൂട്ട് ചെയ്തെടുക്കാൻ പറ്റും. അതാണ് ഈ റിസൾട്ട് പറഞ്ഞത്. ഇനി ഞാനിതിൻ്റെ ഒന്ന് രണ്ട് കോൺസിക്വൻസുകൾ എഴുതി പ്രൂവ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് മനസ്സിലാക്കാം ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ഈസ് വെരി സിമ്പിൾ. ഇതൊന്ന് ആദ്യങ്ങൾ പോസ് ചെയ്ത് നന്നായിട്ട് വായിച്ചു നോക്കൂ കേട്ടോ. അപ്പോൾ ഇതെന്താ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, ഒരു ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്ടർ സ്പേസ് V ഉണ്ട് വിചാരിക്കുക. V ഫൈനൈറ്റ് ഡയമെൻഷനിലാണ്, ശ്രദ്ധിക്കണം. മറ്റൊരു വെക്ടർ സ്പേസ് W, ഇത് ഫൈനൈറ്റ് ഡയമെൻഷനിലാണോ വേണ്ടതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. V ഷുഡ് ബി ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്ടർ സ്പേസ്. എന്നിട്ട് ഈ V എന്ന് W ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ T1 എൻ്റെ കയ്യിലുണ്ട് വിചാരിക്കുക കേട്ടോ. ഈ T1 V എന്ന് W ലീനിയർ ട്രാൻസ്ഫോർമേഷനാണ്, അതെൻ്റെ കയ്യിലുണ്ട്. ഓക്കെ, ഇനി നിങ്ങളുടെ കയ്യിലും ഇതേപോലെ തന്നെ V എന്ന് W ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്. അതിനെ T2 എന്ന് വിളിക്കുക. അപ്പോൾ T1 എൻ്റെ കയ്യിലുള്ളതാണ്, V എന്ന് W വർക്ക് ചെയ്തത്. T2 നിങ്ങളുടെ കയ്യിലുള്ളതാണ്, അതും V എന്ന് W വർക്ക് ചെയ്തത്. ഇനി ഈ T1നും T2നും ഒരു പ്രത്യേകത ഉണ്ട്. ഈ Vൻ്റെ ഏതോ ഒരു ബേസിസ് B എടുത്ത് നോക്കിയപ്പോൾ ഈ B അത് ഞാൻ ഇവിടെ നിന്ന് മാറ്റിയിടാം. B ഈക്വൽ ടു, ഇനി ഈ T1ൻ്റെ T2ൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബേസിസിൽ T1ഉം T2ഉം ഒരുപോലെയാണ് വർക്ക് ചെയ്യുന്നത്. അതായത് ഇങ്ങനെ ഇടാം, T1 ഓഫ് V1 എന്താണോ അത് തന്നെയാണ് T2 ഓഫ് V1. ഒരേ ഇമേജസാണ് കൊടുക്കുന്നത്. അടുത്തത് T1 ഓഫ് V2 എന്താണോ അത് തന്നെയാണ് T2 ഓഫ് V2. അങ്ങനെ എക്സെട്ര. T1 ഓഫ് Vn എന്താണോ അത് തന്നെയാണ് T2 ആ Vn കൊടുക്കുന്ന ഔട്ട്പുട്ട്. ക്ലിയർ അല്ലേ? അതായത് ഈ ബേസിസിൽ എൻ്റെ കയ്യിലുള്ള ഈ T1ഉം നിങ്ങളുടെ കയ്യിലുള്ള ഈ T2ഉം എഗ്രി ചെയ്യുന്നുണ്ട് എങ്കിൽ ഈ റിസൾട്ട് പറയുന്നത് എന്താണെന്നറിയോ? നമ്മുടെ വെക്ടർ സ്പേസിൽ ഈ ബേസിസിലുള്ള വെക്ടേഴ്സ് മാത്രമല്ലല്ലോ ഉള്ളത്, ഈ ബേസിസിൻ്റെ പുറത്തും ഇഷ്ടംപോലെ വെക്ടേഴ്സ് നമ്മുടെ വെക്ടർ സ്പേസിലുണ്ട്. പക്ഷേ ഈ T1ഉം T2ഉം ഈ ബേസിസിൽ എഗ്രി ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും ഈ രണ്ട് ട്രാൻസ്ഫോർമേഷൻസും ഈ വെക്ടർ സ്പേസിൽ മൊത്തം ഒരുപോലെ വർക്ക് ചെയ്യുള്ളൂ. അതായത് ഇങ്ങനെ എഴുതാം, T1 ഓഫ് V ഈക്വൽ ടു T2 ഓഫ് V ഫോർ ഓൾ V ബിലോങ്സ് ടു V. ഇത് തന്നെയാണ് കേട്ടോ. ഇത് അല്ലേ, രണ്ട് ഫംഗ്ഷൻ എപ്പോഴും ഈക്വലാന്ന് പറയാം. എല്ലാ ഇൻപുട്ടിനും ഒരേ ഔട്ട്പുട്ട് തരുമ്പോൾ, അല്ലേ, T1 ഓഫ് V ഈക്വൽ ടു T2 ഓഫ് V ഫോർ ഓൾ V ആണെങ്കിൽ നമ്മൾ പറയും T1 ഈക്വൽ ടു T2. ഓക്കെ, ക്ലിയർ. അപ്പോൾ നമുക്കിത് പ്രൂവ് ചെയ്യാം, അല്ലേ? ഞാൻ ഇത് മാച്ചിലൂടെ പ്രൂവ് ചെയ്യാം, നിങ്ങളും ട്രൈ ചെയ്ത് കേട്ടോ. ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പ്രൂവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ കാണിക്കുന്നത് T1 ഈക്വൽ ടു T2 എന്നാണ്. അതായത് T1 ഓഫ് V ഈക്വൽ ടു T2 ഓഫ് V ഫോർ ഓൾ V ബിലോങ്സ് ടു ക്യാപിറ്റൽ V, അങ്ങനെ കാണിക്കണം. അപ്പോൾ ഞാൻ നമ്മുടെ വെക്ടർ സ്പേസിൽ നിന്നൊരു V എടുത്തു. ഇനി ഈ വെക്ടർ സ്പേസിൻ്റെ ബേസിസ് ആണല്ലോ ഈ B, അതുകൊണ്ട് തന്നെ ഈ Vനെ ഇതിൻ്റെ കോമ്പിനേഷനാക്കിയിട്ട് എഴുതാൻ പറ്റും. ദെൻ V ഈക്വൽ ടു C1 V1 പ്ലസ് എക്സെട്ര പ്ലസ് Cn Vn എഴുതാൻ പറ്റും. കാരണം ഈ V1 എക്സെട്ര Vn നമ്മുടെ സ്പേസിൻ്റെ ബേസിസ് ആണ്, അല്ലേ? വേർ Ci's ആർ സ്കാലാസ് എഴുതാൻ പറ്റും. ഇനി നമുക്ക് നേരെ അങ്ങ് പോകാം. T1 ഓഫ് V ഈക്വൽ ടു T2 ഓഫ് V എന്നല്ല കാണിക്കേണ്ടത്. അപ്പോൾ ഞാൻ തുടങ്ങട്ടെ. T1 ഓഫ് V എന്ന് പറയുമ്പം അപ്പോൾ എനിക്ക് എങ്ങനെ എഴുതാം? T1 ഓഫ് ഇത് എഴുതാം, Vക്ക് പകരം C1 V1 പ്ലസ് എക്സെട്ര പ്ലസ് Cn Vn എഴുതാം. ഇനി ഇവിടെ എനിക്ക് എന്ത് ചെയ്യാം? ഈ റിസൾട്ട് അപ്ലൈ ചെയ്യാം. സോ ദിസ് ഇസ് ഈക്വൽ ടു C1 ഇൻറ്റു T1 ഓഫ് V1
പ്ലസ് എറ്റ്സെട്ര പ്ലസ് സി എൻ ഇൻറ്റു T1 ഓഫ് വി എൻ. ഇനി നമുക്കറിയാം ഈ ബേസിസിൽ നമ്മുടെ T1ഉം T2ഉം എഗ്രി ചെയ്തിട്ട്, അപ്പോൾ T1 ഓഫ് V1 പകരം എനിക്ക് എന്ത് കൊടുക്കാം, T2 ഓഫ് V1 കൊടുക്കാം അല്ലേ. T2 ഓഫ് V1 സി എൻ ഇൻറ്റു T2 ഓഫ് വി എൻ. കാരണം T1ഉം T2ഉം ഈ ബേസിസിൽ ഒരുപോലെയാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, നൗ അഗെയിൻ ഇതിവിടെ ഒന്നുകൂടി ഇതിൻ്റെ റിവേഴ്സ് ഒന്ന് അവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് പറയാം, ദിസ് ഈസ് ഈക്വൽ ടു T2 ഇൻറ്റു T2 ഓഫ് C1 V1 പ്ലസ് സി എൻ വി എന്ന് പറയാം അല്ലേ. ഇതിൻ്റെ റിവേഴ്സ് അത്ര തന്നെ, അതന്നെ അവിടെ അപ്ലൈ ചെയ്ത്. നൈസ്. ഇനി C1 V1 പ്ലസ് സി എൻ വി എൻ എന്താണ്, വി ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു T2 ഓഫ് വി. അപ്പം T1 ഓഫ് വി ഈക്വൽ ടു T2 ഓഫ് വി ഫോർ എനി വി ബിലോങ്സ് ടു ക്യാപിറ്റൽ വി. അപ്പോൾ എന്താണ്, ഈ T1ഉം T2ഉം ഈ എൻ്റയർ സ്പേസിൽ ഒരുപോലെയാണ് വർക്ക് ചെയ്യുന്നത്. സോ T1 ഈക്വൽ ടു T2. ക്ലിയർ ആണല്ലോ? യെസ്. ഇനി നോക്കട്ടെ, അടുത്തത് ഒരു ചോദ്യമാണ്. ഈ ചോദ്യത്തിന് നമ്മൾ ഉത്തരം കണ്ടെത്തുമ്പോൾ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ്റെ സിംപ്ലിസിറ്റി നമുക്ക് മനസ്സിലാവും. ഇതൊന്ന് പോസ് ചെയ്തിട്ട് വായിച്ചു നോക്കട്ടോ. ഇവിടെ വിന്ന് ഡബ്ല്യൂയിലേക്കുള്ള ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ തന്നിട്ടുണ്ട് ടി. ഇനി ഈ വിൻ്റെ ഒരു ബേസിസും തന്നിട്ടുണ്ട്. നമുക്ക് നിങ്ങൾ വായിച്ചു നോക്കുക. ഇനി ഈ ബേസിസിലെ എലമെൻസിൻ്റെ ഒക്കെ ഇമേജും ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ. ടി ഓഫ് V1 W1 ആണ്, എക്സെട്ര ടി ഓഫ് VN WN ആണ്. അപ്പം ഈ ബേസിസിലുള്ളവരുടെ ഒക്കെ ഔട്ട്പുട്ട് ഇവിടെ തന്നിട്ടുണ്ട്. എന്നിട്ട് ഞാൻ കൂടി ചോദിക്കുകയാണ്, അങ്ങനെയെങ്കിൽ ഈ സ്പേസിൽ ഒരു ജനറൽ എലമെൻറ്റ് വി എടുത്തു, അതിൻ്റെ ഔട്ട്പുട്ട് കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റുമോ? പോസ് ചെയ്തിട്ട് ആലോചിച്ച് നോക്കുക. സിമ്പിളാണ്, എല്ലാവരും ഉത്തരം കണ്ടുപിടിക്കുക തന്നെ ഞാൻ പറയാം. ഞാൻ ഇവ ഉത്തരം എടുത്തിട്ടെ. കണ്ടുപിടിക്കാൻ ഈസിയാണ്. കാരണം എന്താ അറിയോ, ഈ വി നമ്മുടെ സ്പേസിൻ്റെ ബേസിസ് അല്ലേ ഇത്. അപ്പോൾ ഈ വിന് ഇതിൻ്റെ കോമ്പിനേഷനൊക്കെ ആയിട്ട് ഇതിൽ കൂടെ വി ഈക്വൽ ടു C1 V1 പ്ലസ് എക്സെട്ര പ്ലസ് CN VN എഴുതാൻ പറ്റും അല്ലേ. വേർ CIs ആർ സ്കാലാസ്, അങ്ങനെ എഴുതാൻ പറ്റും. അപ്പം ഇനി ടി ഓഫ് വി കാണുന്നത് ആലോചിച്ച് നോക്ക്. ടി ഓഫ് വി അല്ലെങ്കിൽ കാണേണ്ടത്, ടി ഓഫ് വി കാണണമെങ്കിൽ ടി ഓഫ് C1 V1 പ്ലസ് എക്സെട്ര പ്ലസ് CN VN ആയി അല്ലേ. വിക്ക് പകരം ഞാൻ എന്താ കൊടുത്തു. ഇനി ഇതിവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ദിസ് ഇസ് ഈക്വൽ ടു C1 ഇൻറ്റു ടി ഓഫ് V1 പ്ലസ് എക്സെട്ര പ്ലസ് CN ഇൻറ്റു ടി ഓഫ് VN വരും. ഇനി ടി ഓഫ് V1 നമുക്ക് തന്നിട്ടില്ലേ, അതെന്താണ്, W1 ആണ്. സോ ദിസ് ഈക്വൽ ടു C1 W1 പ്ലസ് എക്സെട്ര പ്ലസ് അങ്ങനെ ടി ഓഫ് V1 ഒക്കെ നമുക്ക് തന്നിട്ടുണ്ട്. അത് എത്രയാണ്, WN. സോ CN WN. അപ്പോൾ ചുരുക്കി പറഞ്ഞിട്ട് ഈ ട്രാൻസ്ഫോർമേഷൻ്റെ ബേസിസിൻ്റെ ഇമേജ് നമുക്ക് തന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ളവരുടെ ഇമേജൊക്കെ നമ്മൾ കണ്ടുപിടിക്കാം. നേരത്തെ നമ്മളെന്താ പറഞ്ഞത്, രണ്ട് ട്രാൻസ്ഫോർമേഷൻ ബേസിസിൽ ഒരുപോലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ അത് സ്പേസിൽ മൊത്തം ഒരുപോലാണ് വർക്ക് ചെയ്യുക. ഇപ്പം നമ്മളെന്താ പറഞ്ഞത്, ഒരു ട്രാൻസ്ഫോർമേഷൻ്റെ ബേസിസിൻ്റെ ഇമേജ് നമുക്ക് തന്നോ, ആ സ്പേസിലെ മൊത്തം ആൾക്കാരുടെ ഇമേജ് നമുക്ക് കണ്ടുപിടിക്കുക. അതായത് അത്ര സിമ്പിളാണ് ട്രാൻസ്ഫോർമേഷൻ. അപ്പോൾ എൻ്റെ മനസ്സിലൊരു ട്രാൻസ്ഫോർമേഷൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നെങ്കിൽ സാധാരണ രീതിയിൽ ഫംഗ്ഷൻ ആകുമ്പം ഇവിടെയുള്ള എല്ലാവരുടെ ഔട്ട്പുട്ട് പറഞ്ഞു തരണം. വീൽ ഡബ്ല്യൂയിലേക്കുള്ളൊരു ഫംഗ്ഷൻ ആണെങ്കിൽ അത് നിങ്ങൾക്ക് പറഞ്ഞു തന്നെങ്കിൽ വീൽ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവില്ല, അതിൻ്റെ ഒക്കെ ഔട്ട്പുട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരണം. പക്ഷേ ട്രാൻസ്ഫോർമേഷൻ പറയാൻ അത്ര പറയേണ്ട, ഈ ബേസിസിലുള്ള ആൾക്കാരുടെ ഔട്ട്പുട്ട് മാത്രം ഇങ്ങനെ പറഞ്ഞു തന്നാൽ മതി, ബാക്കിയുള്ളവരുടെ ഔട്ട്പുട്ടൊക്കെ കമ്പ്യൂട്ട് ചെയ്തെടുക്കാൻ പറ്റും. അതൊരു നല്ല ഒബ്സർവേഷനാണ്. ഇനി ഇവിടെ ഞാൻ ചെറിയൊരു പ്രോബ്ലം തരാം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യാൻ പറ്റുന്നത്. അതായത് ഇവിടെ ഞാൻ എന്താ പറഞ്ഞത്, ഒരു ട്രാൻസ്ഫോർമേഷൻ നിങ്ങൾക്ക് പറഞ്ഞു, വീന്ന് ഡബ്ല്യൂയിലേക്കുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ നിങ്ങൾക്ക് പറഞ്ഞു തരണമെങ്കിൽ വീൻ്റെ ഏതെങ്കിലും ഒരു ബേസിസിൽ ആ ട്രാൻസ്ഫോർമേഷൻ എങ്ങനെ വർക്ക് ചെയ്യണമെന്ന് മാത്രം പറഞ്ഞു തന്നാൽ മതി. അങ്ങനെയാണെങ്കിൽ ആ വീൽ എൻ്റയർ വീൽ അതെങ്ങനെ വർക്ക് ചെയ്യുമെന്നുള്ളത് ഇങ്ങനെ ഈസിലി കമ്പ്യൂട്ട് ചെയ്തെടുക്കാൻ പറ്റും. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ഞാനിതാ ഈ ബുക്കിൽ R3 ഇതാ ഈ ബുക്കിൽ R3 നിന്ന് R2ലേക്കുള്ള ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ്റെ എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഈ ട്രാൻസ്ഫോർമേഷൻ R3ൻ്റെ ബേസിസിൽ സ്റ്റാൻഡേർഡ് ബേസിസിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ ഇവിടെ എഴുതി. നിങ്ങൾ എന്ത് കണ്ടുപിടിക്കണം, ആ ട്രാൻസ്ഫോർമേഷൻ മൊത്തം കണ്ടുപിടിക്കണം. അതായത് R3യിലെ ഒരു ജനറൽ എലിമെൻ്റായ XYZൻ്റെ ഔട്ട്പുട്ട് എന്താണ് അണ്ടർ ടി, അത് നിങ്ങൾ കണ്ടുപിടിക്കണം. അതാണ് ചോദ്യം. ഇത് ഈസി അല്ലേ? ഇവിടെ നിങ്ങൾ എന്താണോ ചെയ്തത് അതേപോലെ പഠിച്ച് ചെയ്യുക. ഇവിടെ എന്താ തന്നത്, വീൻ്റെ ഒരു ബേസിസിൽ ടി എങ്ങനെ വർക്ക് ചെയ്യണമെന്ന് തന്നു. അത് ഉപയോഗിച്ചിട്ട് വിയിലെ ഏതൊരു വെക്ടർ വി എടുത്തതിനാലും ടി ഓഫ് വി എന്താ നിങ്ങൾ കണ്ടുപിടിച്ചു. അതേപോലെ തന്നെ R3ൻ്റെ ഒരു ബേസിസിൽ ഈ ടി എങ്ങനെ വർക്ക് ചെയ്യണമെന്ന് ഞാൻ തന്നു. ഇനി ഇങ്ങോട്ട് ചോദിച്ചാൽ എന്താണ്, അങ്ങനെയെങ്കിൽ R3യിലെ ഒരു ജനറൽ വെക്ടറിൽ ടി എങ്ങനെ വർക്ക് ചെയ്യണമെന്ന് കണ്ടുപിടിക്കലാണ്.
നിങ്ങൾ പോസ്റ്റ് ചെയ്ത് കണ്ടുപിടിച്ചോളൂ, ഞാൻ ഇവിടെ ഉത്തരം എഴുതാം. ആൻസർ ഇവിടെ എഴുതിയിട്ടുണ്ട്. നിങ്ങളിത് പരമാവധി സ്വന്തം തന്നെ ചെയ്തിട്ടേ ഇവിടെ നോക്കാവുള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെ എന്താണോ ചെയ്തത് അത് തന്നെ ഇവിടെ ഇമിറ്റേറ്റ് ചെയ്തത്. ഇവിടെ നമ്മളെന്താ ചെയ്തിരുന്നത്, ഈ വിനെ ഇവിടെയൊക്കെ മാച്ച് പോയി ആ ബേസിസിൻ്റെ കോമ്പിനേഷനാക്കിയിട്ട് എഴുതി. അതേപോലെ തന്നെ ഈ XYZ നമ്മുടെ ബേസിസിൻ്റെ കോമ്പിനേഷനാക്കിയിട്ട് എഴുതി. എന്നിട്ട് പിന്നെ ഇവിടെ കണ്ടിന്യൂ ചെയ്തില്ലേ, അതേപോലെ ഇവിടെ എക്സൊക്കെ പുറത്തെടുത്ത് ബാക്കി നിങ്ങൾ വായിച്ചാൽ മനസ്സിലാവും. അങ്ങനെ വന്നിട്ട് ഇതാണ് T of XYZ is equal to this. ഇതാണ് ഈ ബുക്കിലുള്ള R3 നിന്ന് R2ലേക്കുള്ള ആ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ്റെ എക്സാമ്പിളായിട്ട്. അത് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണെന്നൊക്കെ ഈസി ആയിട്ട് വെരിഫൈ ചെയ്യാനൊക്കെ പറ്റും. എനിവേ ഇങ്ങനെ ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആ വെക്ടർ സ്പേസിൻ്റെ ഒരു ബേസിസിൽ എങ്ങനെ വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞു തന്നാൽ അത് എൻ്റയർ സ്പേസിൽ എങ്ങനെ വർക്ക് ചെയ്യണമെന്നുള്ളത് നമുക്കിങ്ങനെ ഈസി ആയിട്ട് കമ്പ്യൂട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇതൊക്കെ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ്റെ പ്രത്യേകതകളാണ്. അതൊക്കെ അതായത് ഞാൻ വീണ്ടും പറയുകയാണ്, ലീനിയർ ട്രാൻസ്ഫോർമേഷൻ സിമ്പിളാണ് കാര്യങ്ങൾ കേട്ടോ. ഇനി ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. അടുത്ത വീഡിയോ ഈ ഒരു റിസൾട്ടിൻ്റെ കണ്ടിന്യൂഷൻ ആയിരിക്കും മിക്കവാറും. അപ്പോൾ നിങ്ങളുടെ നോട്ടിൽ ഈ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം. മിക്കവാറും ഈ വരി ഇങ്ങനെ തന്നെ ചിലപ്പോൾ ഞാൻ അടുത്ത വീഡിയോയിൽ ഉപയോഗിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് നിങ്ങൾ ഓർമ്മയിൽ ഉണ്ടായിരിക്കണം അടുത്ത വീഡിയോ കാണുമ്പോൾ. അപ്പം കാണാം.